മൂന്നാം നക്കുത്. ഇനി നാലാമതും നക്കുതുണ്ടാവും. ഇനി ഒരു കാലത്ത് അഞ്ചാമതും നക്കുതുണ്ടാവും. ഇതിനെന്താ തെളിവ്? സാക്ഷാൽ ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ ഉദ്ധരണി, ഡോക്ടർ അസീസ് അബ്ദുൽ ഫത്താഹ് കൊബ്ബാറയുടെ ഉദ്ധരണി, ഡോക്ടർ മുസ്തഫൽ മുഹാ അയാളുടെ ഉദ്ധരണി, ഡോക്ടർ മുസ്തഫൽ ഖാൻ അയാളുടെ ഉദ്ധരണി. ഈ ഡോക്ടർ എന്ന് കാണുമ്പോഴേക്ക് അഖിലലോക ഫുഖഹായിലെ വെല്ലാൻ മാത്രം പിറന്നു വീണ പുതിയ മുജ്തഹിദുകൾ എന്ന് അവരുടെ ഒഴുക്കൻ അറബിയുടെ ശൈലി കാണുമ്പോ ഈ പാവത്തന്മാർ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറബി ഇബാറത്ത് ഇത്രയല്ലേ പരിചയമുള്ളൂ. നമ്മുടെ ഫിഖിന്റെ കിതാബിന്റെ ഇബാറത്ത് ഇറ്റങ്ങൾക്കുണ്ടോ വല്ല തിരിവും? അത് തിരിയാതെ നാടൻ ഭാഷയിൽ കലാമിന്റെ അകത്തിട്ട് അടിക്കുന്ന ഒരു ദുഃഖിൽ നല്ല സമർപ്പണം കാണുമ്പോ അങ്ങോട്ട് വിചാരിക്കാം മത്സ്യം പിടിക്കണോ, മത്സ്യത്തിന് സക്കാത്ത് കൊടുക്കണോ, കെട്ടിടക്കാരൻ കെട്ടിടത്തിന് സക്കാത്ത് കൊടുക്കണോ, മത്സ്യത്തൊഴിലാളി ഡോക്ടർ മാസാന്തം ലഭിക്കുന്ന ശമ്പളത്തിന് മാസാന്തം സക്കാത്ത് കൊടുക്കണം, എഞ്ചിനീയറെ ആൾക്ക് ലഭിക്കുന്ന വേതനത്തിനും പൈസക്കും അയാൾ അന്നേരം കിട്ടുന്ന വരുമാനം വെച്ച് മാസാന്തം സക്കാത്ത് കൊടുക്കണം. ഇതാര് പറയുന്നതാണ്? അഖില ലോകത്തറിയപ്പെടുന്ന പുത്തൻ ഗവേഷകരായ ഡോക്ടർ യൂസുഫുൽ കർലാവി ശാഫിഈ മദ്ഹബുകാരനല്ല, ഹനഫി മദ്ഹബുകാരനുമല്ല, മാലിക്കി മദ്ഹബുകാരനുമല്ല, ഹംബലി മദ്ഹബുകാരനുമല്ല, സ്വയം മദ്ഹബുകാരൻ. ഞാനൊക്കെ പറയുന്നു, 4 വർഷവും വിചാരിച്ച ശേഷം അയാൾ പറയും എന്റെ വീക്ഷണം, എന്റെ മുൻഗണനാക്രമം, ഞാനതിനെ വിലയിരുത്തുന്നത്, അതിന്റെ പ്രമാണം. ഇത് വളരെ വിശദമായിരുന്നു സമർത്ഥന രീതിയിൽ ആധുനിക ഗ്രന്ഥങ്ങൾ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അവലംബിച്ച് നമ്മുടെ ഇവിടുത്തെ കുറെ കുട്ടി ചിലപ്പോ പദങ്ങള് നമ്മുടെ ഇവിടുത്തെ കുറെ കുട്ടി സഖാനുമാക്കിയിട്ട് ബാക്കി വേറെ ആക്കുന്നത്. ഏതായാലും ആ തരത്തിലുള്ള ഇത്രയും കുറച്ച് ആളുകൾ അവർ കുറച്ച് പുതിയ പരാമർശങ്ങളുമായി, പുതിയ ഗ്രന്ഥങ്ങളുമായി, പുതിയ ലേഖനങ്ങളുമായി രംഗത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാഠബുക്കിൽ എഴുതുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾക്ക് എഴുതുമ്പോൾ ഫിഖിന്റെ കിതാബ് പറഞ്ഞ അപ്പൊ സുബഹബ് വൽഫിള്ളാണ് എല്ലാ ഫിഖിലും കാണും, അതങ്ങനെ തന്നെ എഴുതിപ്പോയി. മുൻഹസറും സഹബി വൽഫിള്ള സഹബിലും ഫിള്ളയിലും മാത്രം പരിഗണന, അതിന് അപ്പുറം വിട്ടിറക്കില്ല. ഇതിനു ഹജമിൽ ഹിസ്റ്റമി അള്ളാഹുലർക്ക് തങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്, അതും അവിടെ തന്നെ എഴുതിപ്പോയി. പക്ഷേ സമർപ്പണത്തിലും ലേഖനത്തിലും പറഞ്ഞു വന്നു നോക്കുമ്പോ ഡോക്ടർ മുസ്തഫൽ മുഹാ, ഡോക്ടർ യൂസുഫുൽ കർലാവി, ഡോക്ടർ മുസ്തഫൽ ഖാൻ കുറച്ച് ഹോജാക്കന്മാര് ഡോക്ടർമാർ സമാന സ്വഭാവമാണിതെന്ന് നമ്മൾ വിലയിരുത്തണം. റഷീദുൽ അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ, ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ അറബ് ലോകത്തറിയപ്പെട്ട ഭാഷകളിലും അവരുടെ സരസമായ ശൈലിയിലുള്ള അറബ് ഗ്രന്ഥങ്ങളിലും വഹാബിയത്തും പുത്തൻ ചിന്തകളും ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളും ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അവരെഴുതിയിരുന്നതായ ഒഴുക്കൻ തെറ്റിദ്ധരിച്ചിട്ട് കേരളത്തിൽ ഒരു കെ എം മൗലവിയും കേരളത്തിൽ ഒരു ഇ കെ മൗലവിയും കേരളത്തിലെ MCC സഹോദരന്മാരും ഒരു കൂട്ടായി അബ്ദുള്ള ഹാജിയും പോലുള്ള കുറച്ച് ആളുകൾ കേരളത്തിലുള്ള വിലമാക്കൾക്കിടയിൽ ഫിഖ്ഹിനെ കുറ്റപ്പെടുത്തുവാനും ഫിഖ്ഹിനെ തരംതാഴ്ത്തുവാനും പുതിയ ഗവേഷണ ശൈലിയിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നുവെങ്കിൽ അതിന് സമാനമായി കൊണ്ട് അത്തരം ഈജിപ്തിൽ വലിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ, ഖത്തറിൽ വലിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ, സൗദിയിൽ വലിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ, വിശേഷിച്ചും ഈജിപ്തിൽ തന്നെ പുനരുജ്ജനിച്ചുകൊണ്ടിരിക്കുന്ന പുത്തൻവാദി പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കിതാബുകൾ നോക്കിയിട്ട് കേരളത്തിലുള്ള മതരംഗത്തെ മദ്രസകളിൽ പഠിക്കുന്ന കുഞ്ഞൻകുട്ടികൾക്കും ചെറിയ കുഞ്ഞു പൈതങ്ങൾക്കും അവർക്ക് പഠിപ്പിക്കപ്പെടുന്ന പരമ്പരാഗതമായി നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ചു വന്നിരുന്ന ഫിഖിന് പകരം പുത്തൻവാദങ്ങൾ അരങ്ങേറ്റിക്കൊണ്ടുള്ള ഈ ഫിഖിന്റെ മൊഴികളും ഈ ഫിഖിന്റെ സമർത്ഥനവും ഈ കേരളത്തിൽ വന്നാൽ എന്റെ സാധാരണക്കാരായ യുവാക്കളെ കാര്യം ഗൗരവതരമാണ്, അപകടകരമാണ്. ഇത് 7ാം ക്ലാസ്സിലെ ബുക്കാണ്. അത് 7ാം ക്ലാസ്സിലെ ബുക്കാണല്ലോ. അതിന്റെ പുസ്തകം ഏത് ക്ലാസ്സാണെന്ന് മറന്നു പോയിട്ടുണ്ട്, ഇത് മറിഞ്ഞു പോയിട്ടുണ്ട്. അതാ സ്ഥലത്ത് തന്നെ ഞാൻ ഗ്രന്ഥം വായിക്കാൻ കാരണം ഇതാണ്. അൽ ഹജ്ജ് വല്ലുണ്ടാണ്. അൽ ഹജ്ജ് വല്ലുണ്ടാണ് തുടങ്ങുന്ന പുസ്തകം ഏത് ക്ലാസ്സിലാക്കുക അത് ക്ലാസ്സിലാണ്. ഇത് 7ാമത്തെ ക്ലാസ്. കാരണം ലിറ്ററേച്ചറിനൊന്നും ഇതിലില്ല. അതിന്റെ കട്ടി ഇത് പോയതുകൊണ്ട്, ഇതിന്റെ ചട്ട പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചാണ്. അൽ ഹജ്ജ് വല്ലുണ്ടാ തുടങ്ങുന്ന അൽ റിബ തുടങ്ങുന്ന പുസ്തകത്തിൽ അത് നാളെ ശബ്ദാക്കും എഴുതിയിട്ടാണ് ഇത് ഉണർത്തുന്നത്. 7ാം ക്ലാസ്സിലാണ്. അതൊന്നും ഒരു വിഷയമല്ല. ഏതീ വിഭാഗം സമസ്തയുടെ ബുക്കിൽ തന്നെ അതും ചിന്തക്ക് മാത്രമാകുന്നുവെന്ന് വളരെ വ്യക്തമായി എഴുതിയതിനുപരി നഖലിന്റെ കൂട്ടത്തിൽ കുറെ വെള്ളിയും പൊന്നിന്റെ കൂട്ടത്തിൽ അവരെന്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നതായ ഒന്ന് അതുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ, എന്റെ ചെറുപ്പക്കാരെ,
എന്റെ യുവാക്കളെ, നിങ്ങൾ അപകടകരമായി ഈ ലോകത്ത് മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ അതിൽ പതിയിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? പൊന്നും വെള്ളിയും എന്ന നക്കതിനെ കൈമാറ്റം ചെയ്യണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ വേറെ ഒരു സാധനത്തിനെ കൈമാറ്റം ചെയ്യുമ്പോൾ ഭക്ഷ്യവസ്തുക്കളെ കൈമാറുന്നതിലല്ലാതെ നമ്മുടെ മദ്ഹബിൽ ഇല്ല. ഭക്ഷ്യവസ്തുക്കളെ കൈമാറുമ്പോഴും വെള്ളി പൊന്ന് എന്നിവകളെ കൈമാറുമ്പോഴും ചില വ്യവസ്ഥകളുണ്ട്. ഞാനതൊരു ഉദാഹരണം പറയാം. ഞാൻ ഗൾഫിലേക്ക് പോയെന്ന് സങ്കല്പിച്ചോളൂ. സൗദിയിൽ പോയി വന്നപ്പോ നല്ല പത്രമാറ്റുള്ള നല്ല തങ്കം പൊന്ന് കൊണ്ടുവന്നു. പൊന്ന് 22 കാരറ്റ് തികച്ചുള്ള പൊന്ന്. ആ പൊന്ന് കൊണ്ടുവന്നിട്ട് ഇവിടത്തെ ജ്വല്ലറിയിൽ കയറിയിട്ട് ഇവിടത്തെ ജ്വല്ലറിയിലെ പൊന്നും സൗദിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന സൗദി പൊന്നും, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മിസ്രി പൊന്നും, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ദുബായ് പൊന്നും, അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന ഖത്തർ പൊന്നും, ആ പൊന്നും നമ്മുടെ കോഴിക്കോടൻ പൊന്നും കേരള പൊന്നും തമ്മിൽ നമ്മൾ ഒരു ജ്വല്ലറിയിൽ കിടന്നിട്ട് കൈമാറ്റം നടത്തണമെങ്കിൽ ഞാനവിടെ എന്റെ പത്തരമായിട്ടുള്ള 22 കാരറ്റുള്ള പൊന്നിലേക്ക് എത്രയോ വില കൊടുത്ത് മേടിക്കട്ടെ. ഇവിടെ കൊടുക്കുന്ന പൊന്നും ഇവിടെ നിന്ന് കൈമാറ്റമായി വാങ്ങുന്ന പൊന്നും സമസ്തിൽ മാത്രമേ കൈകാര്യം ചെയ്തുകൂടൂ. ഇല്ലെങ്കിൽ അത് പലിശയാണ്, രൂപയാൻ. 36 തവണ ഇസ്ലാമിൽ വന്നതിന് ശേഷം ഒരു മനുഷ്യൻ വ്യഭിചാരം എന്ന വൻദോഷം ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന കുറ്റം എത്രയാണോ അത്ര കുറ്റം കിട്ടുന്ന രൂപയും അതിലപ്പുറം കുറ്റം കിട്ടുന്ന രൂപയുമാണ്. അതൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ആ കഠിനമായ കുറ്റം കിട്ടുന്ന പലിശയായി മാറും. സൗദിയിലെ പൊന്ന്, മിസ്റിലെ പൊന്ന്, വിദേശത്തെ പൊന്ന്, ഇവിടത്തെ പൊന്നും തമ്മിൽ കൈമാറുമ്പോ സമത്തിൽ വന്നില്ല എങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ 10 പവൻ ഇവിടത്തെ പൊന്ന് മേടിക്കാൻ 8 പവൻ സൗദിയിലെ പൊന്ന് കൊടുത്തിട്ട് ജ്വല്ലറിയിൽ നിന്ന് കൈമാറ്റം നടത്തിയാൽ ഇത് പലിശയാണ്. ഇതിനിവിടുത്തെ ബാങ്കുകൾ പലിശ നിർവചിക്കൂല, ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പലിശ എന്ന് പറയൂല. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ എന്ന് നിർവചിച്ചു കഴിഞ്ഞു. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത് പലിശയാണ്. ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രമല്ല ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത് പലിശയാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ കാലിലുള്ള പഴയ പാദസരം, വെള്ളിയുടെ പാദസരം അല്ലെങ്കിൽ സ്വർണത്തിന്റെ പാദസരം ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പുതിയ വെള്ളിയുടെ പാദസരം മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പുതിയ വെള്ളിയുടെ പാദസരം 8 ഗ്രാമുള്ള പാദസരത്തിന് പകരം ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ പാദസരം ഒരു 26 ഗ്രാമുള്ള പാദസരം അങ്ങോട്ട് കൊടുക്കുന്നുവെങ്കിൽ ഇവ പരസ്പരം തമ്മിൽ കൈമാറുന്നത് പലിശയാണ്, രൂപയാണ്. ഇതുകൊണ്ട് 36 തവണ വ്യതിചരിച്ച ഒരു മനുഷ്യന് കിട്ടുന്ന കുറ്റത്തേക്കാൾ കഠോരമായ കുറ്റം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നിർവചിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല, അത് നമുക്ക് സ്വീകാര്യവുമല്ല. അല്ലാഹുവിന്റെ ശറയിലും അഷ്റഫുൽ ഖൽഖിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലും ഇത് പലിശയാണ്. ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നും ഇവിടത്തെ പൊന്നുമായാലും മിസ്റിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഇവിടത്തെ വെള്ളിയുമായാലും തമ്മിൽ മാറുമ്പോ സമത്തിലാവണം, റൊക്കമാവണം, അവധി നിശ്ചയിക്കാതെയാവണം. ഈ 3 ഉപാധികളും പാലിച്ചില്ലെങ്കിൽ അത് റിബയാണ്, പലിശയാണ്, ഗൗരവതരമായ പലിശയാണ്, 7 വൻദോഷങ്ങളിൽപ്പെട്ട പലിശയാണ്. ആ പലിശ സൗദിയിലെ റിയാലും നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ രൂപയും തമ്മിൽ മാറ്റുമ്പോൾ വരും എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? അതാണ് കൂട്ടരെ ഇവിടെ കഴിഞ്ഞ യോഗത്തിൽ പ്രസംഗിച്ച ഈ കുംഭമണ്ഡൂകങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ പറയുന്നതിന്റെ ഫലി. അത് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഫലമില്ല, പറയേണ്ടി വരും. പൊന്നിന്റെയും വെള്ളിന്റെയും സ്ഥാനത്താണ് ലോകത്ത് നിൽക്കുന്ന കടലാസുകളായ കറൻസികൾ മുഴുക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് അപകടം. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു സഹോദരന് ഗൾഫ് നാടുകളിലേക്ക് ദണ്ഡിക്കാനും വെള്ളിക്കാനും പ്രയാസപ്പെടാനും വേണ്ടി പോകാൻ പറ്റൂ. നമ്മൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? നമ്മുടെ വീട്ടിൽ നിന്നുള്ള പിഞ്ചു മക്കളെ അവർ മുതലൊരു കച്ചിയിട്ട് അല്പം സ്കൂളിൽ പോയി SSLCയുടെ പ്രായം കഴിഞ്ഞ് വയസ്സുപോലും കള്ളം പറഞ്ഞിട്ട് ഒരു പാസ്പോർട്ടും എടുത്തിട്ട് കുന്നം തിന്നും മക്കളെ നമ്മൾ അയക്കുന്നു കഴിഞ്ഞോട്ട് ദുബായിക്ക്, UAE-യിലേക്ക്, സൗദിയിലേക്ക്, ഖത്തറിലേക്ക്, കുവൈറ്റിലേക്ക്. എന്തിന്? അവിടുത്തെ കടലാസിലെടുക്കാൻ. എന്താണ് അവിടുത്തെ കടലാസ്? ദീനാർ, ദിർഹം, റിയാൽ, ഈ പേരിലൊക്കെയുള്ള കടലാസ് കിട്ടാൻ. ആ കടലാസുകൾ കിട്ടിയാൽ ഉപകാരമുണ്ട്. അക്കടലാസ് ഇവിടെ കുറഞ്ഞാൽ എന്റെ ഈ പുസ്തകത്തിൽ എഴുതിയ കടലാസിന്റെ വില പോലുണ്ടാവും.
അത് വലിയ വിലയുള്ള കടലാസാണ്. എന്റെ പുസ്തകത്തിൽ ഒരു കടലാസ് ഞാൻ എടുത്തിട്ട് ഈ കടലാസ് നിങ്ങൾ 100 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. ഇത് കടലാസാ സാധനം. കടലാസ് തന്നെയാണ് എന്റെ കയ്യിലുള്ളത്. പക്ഷെ എന്റെ കയ്യിലൊരു വില പറയുന്ന ആള് വന്നിട്ട് എന്റെ കയ്യിലുള്ള 100 രൂപ നോക്കി കടലാസിന് തരാതെ പറഞ്ഞാൽ ഞാനിത് വിൽക്കൂല. കാരണം ഞാനിതിൽ എഴുതിയപ്പോ ഈ കടലാസിനൊരു വല്ലാത്ത വിലയുണ്ട്. ഇത് എഴുത്തിന്റെ വിലയാണ്. ഇത് കടലാസിന്റെ വിലയല്ല, എഴുത്തിന്റെ വില. ഈ എഴുത്തിന്റെ വില പോലെ കേരളത്തിലെ സർക്കാരുകളും ലോകത്തെ സർക്കാരുകളും ലോകത്തെ ഏത് സർക്കാരുകളും അവരടിച്ചിറക്കുന്ന കറൻസികളിൽ അവിടുത്തെ നാണയത്തിൽ അവിടുത്തെ നാട്ടിലെ വിനിമയോപാധിയാക്കി വച്ചിരിക്കുന്ന കറൻസികളിൽ അവർ മുദ്രണം ചെയ്യുകയും സീല് വരിക്കുകയും പ്രത്യേക ചിഹ്നം നിർത്തുകയും ചെയ്തതോടുകൂടെ അവ കൽപ്പന പണമായി. അത് പണമാണെന്ന് ലോകം സമ്മതിച്ചു കൊള്ളണമെന്ന് കൽപ്പിച്ചു സർക്കാർ. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അത് പണമായി. ആ കൽപ്പന പണങ്ങളാകുന്ന കടലാസിന് കൽപ്പിച്ചു എന്നുള്ള വിലയുണ്ട്. അവിടെയുള്ളത് കൊണ്ട് തന്നെ സൗദിയിലെ ഗവൺമെന്റ് കടലാസ് കൽപ്പന പണമായി ഇറക്കിയിരിക്കുന്ന റിയാൽ, ഇവിടത്തെ ഇന്ത്യൻ ഗവൺമെന്റ് കൽപ്പന പണമായി ഇറക്കിയിരിക്കുന്ന നമ്മുടെ രൂപ, ഈ രൂപയുമായി തമ്മിൽ മാറിയാൽ ഒരു റിയാലിന് നമ്മുടെ ഇവിടത്തെ 10 രൂപയിൽ അധികം നൽകണം. ബാങ്ക് റേറ്റ് തന്നെ വേണ്ടേ? നസല് പൊന്നും വെള്ളിയുമാണെങ്കിലോ സൗദിയിലെ പൊന്ന് ഇവിടത്തെ പൊന്നുമായി മാറുമ്പോൾ എത്ര മത്തനമായിട്ടുള്ള പൊന്നാണെങ്കിലും ആ പൊന്നും ഇവിടത്തെ പൊന്നും തമ്മിൽ വിലയിൽ എത്ര മാറ്റം വാങ്ങുമ്പോഴുണ്ടെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോൾ കൃത്യാളവിൽ വേണം. അവിടത്തെ വെള്ളിയും ഇവിടത്തെ വെള്ളിയും തമ്മിൽ മാറുമ്പോൾ കൃത്യാളവിൽ വേണം. അപ്പൊ സൗദിയിലെ വെള്ളിക്ക് സമാനമായിരിക്കുന്ന അവിടത്തെ റിയാലും ഇന്ത്യയുടെ വെള്ളിക്ക് സമാനമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ രൂപയും തമ്മിൽ മാറുമ്പോൾ സമാനമായ വസ്തുക്കളിലും അടിസ്ഥാന വസ്തുക്കളിലെ നിയമമുണ്ടെന്ന് ഖിയാസ് കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവറ്റകൾ പറയുന്നത് പ്രകാരം അവിടത്തെ റിയാലിനെ ഇവിടത്തെ ഇന്ത്യൻ രൂപയുമായി മാറുമ്പോൾ തുല്യ നിരക്കിൽ മാറണം. ഇവിടെ ഒരാളും ഗൾഫിലേക്ക് പോയികൂടാ, ഗൾഫിൽ റിയാല് കൊണ്ടുവന്നൂടാ, യുഎഇയിലെ ദിർഹം കൊണ്ടുവന്നൂടാ, ഖത്തറിലേക്ക് ബന്ധിക്കാൻ പോയികൂടാ. നിങ്ങൾ കൊണ്ടുവരുന്ന ആ കടലാസിന് ഇന്ത്യൻ സർക്കാർ അടയ്ക്കുന്ന ഇവിടത്തെ പണത്തിന്റെ കടലാസ് തുല്യ നിരക്കിലും തുല്യ സംഖ്യയിലും തന്നെ തരണം എന്നാകുന്നു ഇവിടെ ആര് പറയുന്നത്? ഇപ്പൊ കുറച്ച് പുത്തൻവാദികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പുത്തൻവാദം എന്നല്ലാതെ പിന്നെ എന്താ പേര്? ഇവരെ പുത്തൻവാദികൾ എന്നല്ലാതെ പിന്നെ എങ്ങനെയാ വിളിക്കേണ്ടത്? ഇത് ലോകത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ വാദാണോ? ഇത് സമസ്തയുടെ പാരമുഖകളിൽ വന്നപ്പോഴാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ ഈ വീക്ഷണത്തിലുള്ള അപകടം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. ഇത് ശരിയല്ല. ഇത് പൊരിക്കാർക്കുന്നൊക്കെ വിട്ടിട്ടുണ്ട്. നെറ്റതിന് 3-ാം ലക്ഷം ഉണ്ടാക്കുന്ന ഇടപാടാണിത്. അത് അന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പൊന്ന് പുതുന്നില്ലേ? ഇപ്പൊ സുന്നി വോട്ടുകാരൻ പറയുന്ന എന്താണ് 3-ാം നെറ്റത്? വെള്ളിയും പൊന്നുമല്ലാത്ത ഒരു നെറ്റതുണ്ട്. എന്താണ് നെറ്റതിന്? നമ്മൾ കണ്ട നൊക്കനെത്തിന് എന്താണോ പണമാക്കുന്നത് അതൊക്കെ നെറ്റത്. നാളെക്കാലത്തെ ഇവിടുത്തെ ചെക്കുകൾ പണമാക്കൂ, അതും നെറ്റത്. ഇപ്പോഴും അത് പണം തന്നെയാ, അതും നെറ്റത്. രാഷ്ട്രീകളോ അതും നെറ്റത്. ഒക്കെ നെറ്റതാണ്. ഈ നെറ്റലുകൾക്കൊക്കെ നെറ്റലിനുള്ള വിധിയുണ്ടെന്ന് പറഞ്ഞാൽ അവകൾ തമ്മിൽ കൈമാറ്റം പാടില്ലെന്നും സൗദിയിലെ റിയാലും ഖത്തറിലെ നാണയവും അതുപോലെ യുഎഇയിലെ ദിർഹമും തമ്മിൽ മാറുമ്പോൾ ആ മാറ്റങ്ങൾ തമ്മിൽ ചെയ്യുമ്പം തുല്യ അളവിലല്ലാതെ തുല്യ തോതിലല്ലാതെ മാറ്റിയാൽ പലിശയാകുമെന്നുമുള്ള അപകടകരമായ വാദം പതിയിരിക്കുന്നതുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട ഒരു ഫിഖ്ഹ് നിർമ്മാണമായി ഇത് അഭിശപ്തമായ ഫിഖ്ഹ് നിർമ്മാണമായി ഇത് പരിണമിക്കുന്നതുകൊണ്ട് കേരളത്തിലുള്ള പണ്ഡിതന്മാർ ഉണർന്നു. ഇക്കാര്യം സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിവർ അറബ് ലോകത്തെ പുത്തൻമാരുകളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർന്നതാണ്. പകർത്തി എഴുതിയപ്പോൾ വിവരക്കേടുകൊണ്ട് വീണുപോയതാണ്. ഇത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് എന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സുന്നി കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നീ സമസ്തയുടെ 2 വിദ്യാഭ്യാസ ബോർഡിന്റെ അധികാരികളോടും സംഘടനാപരമായ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ആവശ്യപ്പെട്ടതിന് പലപ്പോഴും ഫലം കാണാറുണ്ട്. എത്രയോ ബുക്കുകൾ തിരുത്തിയിട്ടുണ്ട്. നമ്മളൊരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നതൊക്കെ പിന്നത്തെ രൂപത്തിൽ തിരുത്തി കളയും. അപ്പൊ അതുപോലെ ഇതും തിരുത്തു എന്നാണ് നമ്മൾ വിചാരിച്ചത്. നമുക്ക് ലക്ഷ്യം നല്ലായിരുന്നു. തിരുത്തി വന്നാൽ സുഖമല്ലേ? ഈ സമൂഹത്തിൽ വരുന്ന തലമുറ മുഴുവൻ പിഴക്കേണ്ടല്ലോ. ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് പറഞ്ഞു നോക്കുമ്പോ മേപ്പെട്ട് കിടക്കുക. മേപ്പെട്ട് കിടത്ത് എന്താ പറയുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട ഓറ് നാദാപുരത്തെ പള്ളിയിലെ ഓറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ.
ഈ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഈ ദശകങ്ങളിൽ ഈ അടുത്ത ദശകങ്ങൾ പരിശോധിച്ചാൽ 2-3 ഓറുകളുടെ പേരുകളായിരുന്നു ഈ പ്രദേശത്തെ ആകമാനം ഈ പ്രദേശത്തെ ലോകത്തിന് പറയാൻ അഭിമാനകരമായി ഉണ്ടായിരുന്നത്. മറ്റൊന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. മറ്റ് പണ്ഡിതന്മാരെ വിലയിരുത്തുമ്പോൾ 2-3 ഓറുകൾ ഈ ചുറ്റുവട്ടത്തിലുള്ളതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വഹാബികൾ പോലും അടുക്കാറുണ്ടായിരുന്നില്ല. വഹാബി ചിത്ര പോലും ഈ പ്രദേശത്ത് വരുമായിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആരാണ് ഈ ഓറുകൾ? ആ ഓറുമാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ഓറ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ എന്ന ഈ പണ്ഡിത സംഘടനയുടെ അമരക്കാരനായ അധ്യക്ഷൻ ശംസുൽ ഉലമാ ബഹുമാനപ്പെട്ട ശൈഖുനാ കെ കുഞ്ഞി അബ്ദുള്ള മുസ്ലിയാർ അല്ലാഹു അവർക്കും നമുക്കും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. വളരെ കാലം ആ തണലിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകി, മഹാനർക്ക് ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ആ ഓറുടെ കൂടെ 2 ഓറുകളെയും ഇടുമ്പോ പറയാറുണ്ടായിരുന്നു. ഒന്ന് കാങ്ങാട്ട ഓറ്, ഒന്ന് കണാരാണ്ടി ഓറ്. ആ കണാരാണ്ടി ഓറ പ്രദേശമാണ് പാറക്കടവ്. ഇവിടുത്തെ ചെറുപ്പക്കാർ ആലോചിക്കണം. കണാരാണ്ടി ഓറും കാങ്ങാട്ട ഓറും കീയണ ഓറും എന്ന് പറയുന്ന 3 ഓറുകൾ നിങ്ങളുടെ പ്രദേശത്തിന് അഭിമാനമായിരുന്നു. കേരളത്തിന്റെ ഏത് മുക്കുമൂലകളിൽ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരും ഇപ്രദേശത്തേക്ക് വരുമ്പോൾ ഈ ഓറുകളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ലാതെ പെരുമാറുമായിരുന്നില്ല. കേരളത്തിലെ സിംഹം കുലുക്കുന്നത് പോലെ കുലുക്കിയിട്ടുള്ള ഗജവീരനെ പോലെ ഈ കുഞ്ഞുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മൗലാന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗ്ഗലോകത്തിൽ നിർമ്മിച്ചു മുക്കുമാറാവട്ടെ. ഒരു സിംഹഗർഭനമായിരുന്നു സുന്നത്ത് ജമാഅത്തിന് ശരിയ. ആ മഹാനായ പണ്ഡിതൻ ഈ പ്രദേശത്തിലൂടെ വരികയാണെങ്കിൽ ഈ പ്രദേശത്തെ കൈകാര്യങ്ങൾ ഈ 3 ഓറുമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ലാതെ കൈമാറുമായിരുന്നില്ല, പ്രവർത്തിക്കുമായിരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റും ഈ നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ട ഒരു മഹാവന്യവയോധികനായ പണ്ഡിതനുമാണ് മൗലാന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ മർഹൂം. അല്ലാഹു അവരെയും നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ മഹാനായ പണ്ഡിതൻ ഈ പ്രദേശത്തുകൂടെ വരികയാണെങ്കിൽ ഇവിടുത്തെ 3 ഓറുമാരെ പരിഗണിക്കുമായിരുന്നു, അവരുടെ അഭിപ്രായം കണക്കിലെടുക്കുമായിരുന്നു. ആ 3 ഓറുമാരുടെ ബഹുമാനം പോലെ അവരുടെ ബഹുമാനം അർഹിക്കുന്ന ബഹുമാനം വകവെച്ചു കൊണ്ടുകൊടുത്തുകൊണ്ടല്ലാതെ കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതൻ ഈ പ്രദേശത്തേക്ക് കാലുകുത്തുമായിരുന്നില്ല. ഇത് പാറക്കടവിന്റെ ഭാഗ്യമായിരുന്നു, നാദാപുരത്തിന്റെ ഭാഗ്യമായിരുന്നു, വടകര താലൂക്കിന്റെ ഭാഗ്യമായിരുന്നു, ഈ പ്രദേശങ്ങളുടെ ഒട്ടാകെ ഭാഗ്യമായിരുന്നു. ആ ഭാഗ്യം ഇപ്പോൾ കളഞ്ഞു വിളിക്കുവാനും അത് അവമതിക്കുവാനും ചവിട്ടിത്തേക്കുവാനും ചെരുപ്പുകൊണ്ട് ചവിട്ടിത്തേക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏതാനും കുട്ടികൾ, ചെറുപ്പക്കാർ. ഏതാനും ചെറുപ്പക്കാരിന് വന്നിട്ട് ഈ ഓറുമാരൊന്നും ശരിയല്ല, ഇവനൊക്കെ എന്തൊക്കെയോ പറയുന്ന കുറച്ച് ഭ്രാന്തന്മാർ, വാക്കവർ ഉപയോഗിക്കുന്നതിലും അതാണ് അർത്ഥം. ഇവിടെ ഇറങ്ങിയ ചില നോട്ടീസുകളൊക്കെ കണ്ടാൽ അതാ ഈ ലോകത്തുള്ളവരൊക്കെ ഇടയിൽ ഏതോ കുറച്ച് പൊണ്ണന്മാരാണ് ഇവിടെ ഈ ജീവിച്ചിരുന്ന നിങ്ങളുടെ ഈ പ്രദേശത്തിന് ഒട്ടാകെ അഭിമാനകരമായിരുന്ന കേരളവും പുറത്തുമുള്ള ഇടനാക്കൾ മുഴുവൻ ബഹുമാനിച്ചിരുന്ന ഈ 2-3 ഓറുകൾ പറഞ്ഞിരുന്ന അഭിപ്രായങ്ങൾ. അവരൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് നിങ്ങളിപ്പോ പരിധി നോക്കി എന്തുമായിട്ടാപ്പം വരുന്നത്? എന്ത് ചിന്തനയുമായിട്ടാ വരുന്നത്? അവരാണ് പലിശക്കാര്. ആരാ പലിശക്കാര്? ഈ 3 ഓറുമാരിൽ നിന്ന് അവശേഷിക്കുന്ന ഒരേ ഒരാൾ, 90-ൽ പരം വയസ്സുകൾ പിന്നിട്ട വന്ന വയോധികൻ. ഇന്നും ആരോഗ്യത്തോടുകൂടി അല്ലാഹു ആരോഗ്യവും അതിലുപരിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് നിലനിർത്തുമാറാവട്ടെ. അല്ലെങ്കിൽ കേരളത്തിന്റെ നില ആ മഹാനായോ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിൽ നിന്ന് നാദാപുരത്തെ ചുറ്റുവട്ടത്തിലിരിക്കുന്ന 10-40 പണ്ഡിതന്മാർക്കും ഉലമാക്കൾക്കും കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് എല്ലാ ദിനങ്ങളിലും ഒഴുകി വെച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്കും എന്നു പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ മഹാനായ പലിശക്കാരൻ നിൽക്കുന്നു. പലിശക്കാരനാണ്. പലിശ തിന്നാൻ പ്രേരിപ്പിക്കുന്നു. അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. അവിടെ നിന്ന് വളരുന്നവരൊക്കെ പലിശയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. പലിശയ്ക്ക് വേണ്ടിയിട്ട് ഗന്ധമെഴുതുന്നു. അവിടുത്തെ മുഖത്തിൽ നിന്നും ഗുരുമുഖത്തിൽ നിന്നും ഇറങ്ങുന്നവർ മുഴുവൻ പലിശയുടെ വക്താക്കൾ. എന്തിനിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ ഈ പരിസരത്തു നിന്നോ ഏതാനും പയ്യന്മാർ ജനിച്ചുവെങ്കിൽ അത് ഈ പ്രദേശത്തിന് അപമാനകരമാണ്. ഈ ഓറുകൾ വെച്ച് വിലയിരുത്തുമ്പോൾ അത്തരം അപമാനങ്ങളിൽ നിന്ന് അല്ലാഹു ഈ പ്രദേശത്തുള്ള മുസ്ലിംകളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപമാനകരമല്ലേ സഹോദരന്മാരെ? ആരാണ് ഈ പറയുന്നവരൊക്കെ? അവരൊക്കെ ജനിക്കുന്നതിന്റെ മുൻപ്
അവരുടെ ഉപ്പാപ്പമാർ ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശത്തുള്ള പണ്ഡിത മഹത്തുക്കളായി ഈ പ്രദേശത്തെ അടക്കി വാണിരുന്ന അവരെ കണ്ടാൽ ഇവിടെയുള്ള സഹോദര സമുദായാംഗങ്ങളടക്കം ഇവിടുത്തെ പൗരാമലികളും ബഹുമാനത്തോടുകൂടെ വീക്ഷിച്ചിരുന്ന ആ മഹാന്മാരായ ഓരുമാർ അവർ ഈ ലോകത്തോട് പറയുന്നത് മുഴുവൻ അബദ്ധം, ലോകത്തൊന്നുമില്ലാത്തത്. ഒന്നെന്താ, ലൗഡ് സ്പീക്കറിന് കുത്തുപോകാൻ പാടില്ല. ലൗഡ് സ്പീക്കറിന് കുത്തുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാറക്കടവുകാരെ, എന്റെ പാറക്കടവത്തുള്ള ചെറുപ്പക്കാരെ, ഇവിടെ സങ്കടത്തോടുകൂടെ ഇവിടെ സ്വാഗതപ്രസംഗം പ്രസംഗിച്ച നമ്മുടെ സഹോദരൻ ഉണർത്തുകയുണ്ടായി. അവർക്കിവിടെ ജുമാക്ക് കൂടാൻ പോലും പറ്റാത്ത അവസ്ഥ. മഹാനായ ആ ഓറ്, കണാരാണ്ടി ഓർ എന്ന ആ മഹാനായ ഓർ അല്ലാഹു അവരോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവർ കണ്ണടയാൻ കാത്തു നിന്നു നിങ്ങളല്ലേ? അവർ മണ്ണടയിൽ പോകാൻ കാത്തു നിന്നു നിങ്ങളല്ലേ? അവർ മണ്ണടയിൽ പോയപ്പോഴേക്ക് നിങ്ങൾ അവർ പറയുന്നത് മുഴുവൻ അബദ്ധമാക്കി തള്ളിയല്ലേ? ഏതെങ്കിലും കുട്ടികളുടെ മൊഴികേട്ട്, ആ കുട്ടികൾ നേതൃത്വം നൽകുന്ന സംഘടനകളുടെ മൊഴികേട്ട് അവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് വിധി എഴുതിക്കൊണ്ട് നിങ്ങൾ അവരെയൊക്കെ മണ്ണിനടിയിലേക്ക് കൊണ്ട് ഇറക്കി താഴ്ത്താൻ കാത്തിരിക്കുകയായിരുന്നു ഈ മഹാന്മാർ. ബഹുമാനപ്പെട്ട കാങ്ങാട്ടുപോട് അവരും ഈ അടുത്ത കാലത്ത് വഫാത്തായി. അല്ലാഹു അവരോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരും നമ്മുടെ നാദാപുരത്തെ പള്ളിയിലെ ഓറും ഈ കണാരാണ്ടി ഓറും തന്നെ 3 ഓറുമാരും ലൗഡ് സ്പീക്കറിലൂടെയുള്ള കുത്തുമ നിരാകരിക്കുന്നവരും സമ്മതിക്കാത്തവരുമായിരുന്നു എന്നറിയാത്ത ഒരു ചെറുപ്പക്കാരനും ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലായിരുന്നെങ്കിൽ അവരെ മണ്ണിനടിയിൽ കൊണ്ടുപോയി വെക്കുന്നതുവരെ നിങ്ങൾ കാത്തുനിൽക്കേണ്ടി വരുമായിരുന്നില്ല. ഓരുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് വയ്ക്കുവെച്ചു കൊടുക്കാമായിരുന്നു. തീർച്ചയായും നിങ്ങൾക്കറിയാം ഓരത് സമ്മതിക്കില്ല. ഇവിടെ നോട്ടീസ് ഇറക്കിയന്മാര് പറയുന്നത് ഓരതിൽ സഹീഹാവുമെന്ന് പറയാറുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാറില്ലായിരുന്നു. വങ്കന്മാരെ, ഈ ചെയ്യാറില്ലായിരുന്നു എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് ചിന്തിക്കാറെങ്കിലും നിങ്ങളുടെ തലമണ്ടയിൽ തലച്ചോറുണ്ടോ? ചെയ്യാറില്ലായിരുന്നു എന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് ചിന്തിച്ചോ നിങ്ങൾ? സ്വഹീഹാണെന്നോ സ്വഹീഹല്ലെന്നോ പറയട്ടെ പറയാതിരിക്കട്ടെ, വഫാത്തായവരെ പറ്റി എന്തും പറയാൻ ഗർവ് കാണിക്കുന്ന, നാഷ്ടം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വഹാബി മൗദൂദികളെ പോലെ ജനിച്ചിരിക്കുന്ന ഒരു കൂട്ടം പുത്തൻവാദികൾ, അവർക്ക് പോലും ധൈര്യം വരാത്തിന് ധൈര്യം കാണുന്ന ഒരു കൂട്ടം പയ്യന്മാർ. അവരാണിപ്പോ സംഘടനാ രംഗത്ത്, നേതൃരംഗത്ത്, പ്രസംഗരംഗത്ത്. ആ പ്രസംഗരംഗത്ത് വരുന്ന ആളുകൾ മഹാനർ കണ്ണടയുന്നതുവരെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാൻ സമ്മതിക്കാതിരിക്കുകയും കൂട്ടാക്കാതിരിക്കുകയും ചെയ്തിരുന്നത് സ്വഹീഹല്ലെന്നിരിക്കട്ടെ സ്വഹീഹാണെന്നിരിക്കട്ടെ എന്താണ്? ഈ പള്ളിയിൽ തന്റെ ഹയാത്ത് കാലത്ത് താൻ കാലിയായിരിക്കുമ്പം ചെയ്യുകയില്ലെന്നും ചെയ്യരുതെന്നും വിലക്കിയിരുന്ന കാര്യം, ചെയ്യാതിരുന്ന കാര്യം അതറിഞ്ഞിരുന്ന നിങ്ങൾ അവർ കണ്ണടച്ച ശേഷം അവർ ബർസഖിൽ വിശ്രമിക്കുമ്പോൾ അവരുടെ ചിറിയിൽ വെച്ചുകൊണ്ട് അവരതറിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്? എങ്കിലിത് വിഭാഗികളുടെ വിശ്വാസമാണ്. അവിടെയാണ് സുന്നത്ത് ജമാഅത്തും വഹാബിസവും തമ്മിൽ മാറ്റിവെക്കേണ്ടത്. അതാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് ഇസ്മായിൽ ജാരിയേരി പറഞ്ഞത്. വഫാത്തായി ഖബറിനകത്ത് കിടക്കുന്ന ഖബറാളിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ജീവിതകാലത്ത് ആ മഹാന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ നിൽക്കൽ സുന്നത്താകുന്നു എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ശരീഅത്തിന്റെ വക്താക്കളാണ് നാം. അവർ ജീവിച്ചിരിക്കുന്ന വർഗത്തിൽ നിന്നാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് ഇവർ ദൃഢീകരിക്കുന്നത്. ഇങ്ങനെ ദൃഢീകരിക്കപ്പെട്ട ശരീഅത്തിന്റെ വക്താക്കൾ അവരെ തിരിയിൽ വെച്ചുകൊണ്ട് അവരുടെ മുഖത്ത് കരിമാറിച്ചെത്തുകൊണ്ട് അവർ ഈ ദശകങ്ങളോളം ഈ പള്ളിയിൽ നിർവഹിച്ചിരുന്ന ഹുതുബക്ക് പകരം നിങ്ങളുടെ പള്ളികൾ മുഴങ്ങുന്നത് ആ അവിടുത്തെ ചിത്രയുടെ കോഡ് ഉപയോഗിച്ചതിനാൽ ഇവിടെ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിനെ ഭയക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ജുമുഅക്ക് കൂടാൻ പറ്റിയില്ല എന്ന് വന്നാൽ ഞാൻ ചോദിക്കട്ടെ, ജുമുഅ എല്ലാവരുടെയും ഹക്കാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളയിടത്തെ അത് വെച്ചുകൂടൂ എന്ന് അത് വെക്കാമെന്ന് പറയുന്ന മൗലാന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവർ പോലും പറഞ്ഞ വാചകം നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അനുസ്മരിക്കേണ്ടി വരും. ഈ സമയത്ത് തന്നെ ചിന്തിച്ചോ, ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ പിന്തുടർന്നുകൊണ്ട് അവർ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്നതിനാണ് വസ്തുതയുള്ളതെന്ന് അംഗീകരിച്ചുകൊണ്ട് ഏതെങ്കിലും പൊണ്ണന്മാർ നിങ്ങളുടെ ഭാഷയിൽ, ഏതെങ്കിലും പോയത്തക്കാർ നിങ്ങളുടെ ഭാഷയിൽ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിക്കുന്ന ആളുകൾക്ക് ജുമുഅക്ക് കൂടാൻ പറ്റാതാക്കുന്ന അക്രമം
പള്ളിയിൽ നമ്മൾ ഊക്കുകൊണ്ടോ അധികാരം കൊണ്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ ഈ മഹാന്മാരായ ഓർമ്മകൾ അവർക്ക് പിന്തുണയായി അവരെ പിന്തുണച്ചുകൊണ്ട് അവരനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി വരും, സാക്ഷി നിൽക്കും. അത് നിങ്ങൾ ഓർത്തു. അതിവിടുത്തെ ആളുകൾ ചിന്തിക്കണം. ദയനീയമായല്ലേ ഇവിടുത്തെ കുട്ടികൾ പറയുന്നത്? ഈ കാര്യം ഞങ്ങൾക്ക് പറയാൻ പാടില്ല. ഇത് ഞങ്ങൾ പറഞ്ഞു പോയാൽ ലോകത്തെ എല്ലാ പള്ളിയിലും നടക്കുന്നതിനെതിരാണ്. ലോകത്തെല്ലാ പള്ളിയിലെ കാര്യവും സംസ്ഥാനക്കാർ പറയാറില്ല. ലോകത്തെല്ലാ മദ്ഹബിലെ കാര്യവും സംസ്ഥാനക്കാർ പറയാറില്ല. കേരള സംസ്ഥാന ജമീയത്ത് ഉലമ എന്ന പണ്ഡിത സംഘടന ഉണ്ടായത് തന്നെ 1967 ചെയ്യരുതായിരുന്ന ഒരു കാര്യം 1925 വഹാബി പ്രസ്ഥാനത്തിനെതിരെ നല്ല ഗതവീരണത്തോടെ ഇവിടെ ഉയർന്നു നിന്ന് സമസ്ത കേരള ജമീയത്ത് ഉലമയുടെ പണ്ഡിത സഭയുടെ മുശാവറ അതുവരെയുള്ള എല്ലാ നയങ്ങളും പാരമ്പര്യവും തെറ്റിച്ചുകൊണ്ട് 8/4/67 എന്ന ഒരൊറ്റ തീയതിക്ക് ചേർന്ന ഒരു മുശാവറ, 14 ആളുകൾ മാത്രം പങ്കെടുത്ത മുശാവറ, അതിലുള്ള 3 വലിയ പണ്ഡിതന്മാരുടെ എതിർപ്പുകൾ വകവെക്കാതെ ഏതാനും ആളുകളുടെ ഇഷ്ടത്തൊടുത്തുകൊണ്ട് പപ്പടം ചുട്ടെടുക്കുന്ന അനായാസതയിൽ പാസാക്കിയ ഒരു നിയമമുണ്ടായിരുന്നു, ഒരു തീരുമാനം. ആ തീരുമാനം പ്രകാരമാണ് അന്ന് സമസ്തയുടെ പ്രസിഡന്റായ മൗലാന ശൈഖുന താജുൽ ഉലമ സദഖത്തുൽ മുസ്ലിയാർ നസറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ നിർമ്മിച്ചു കൂട്ടുമാറാവട്ടെ. മഹാനരടക്കം ഒരു വലിയ പണ്ഡിത സംഘം ഇറങ്ങിപ്പോന്നത് അന്നത്തെ സമസ്തയുടെ ഉന്നതന്മാരായ നേതാക്കൾ, നമ്മുടെ ബഹുവന്നരായ തങ്ങൾ ഇവിടെ ഇരിക്കുന്നു. തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരർ നിങ്ങൾക്കറിയാമായിരിക്കും, പഴയ ആളുകൾ കലാപുരത്തും അവർ കുറെ കാലം നിന്നിട്ടുണ്ട്. മഹാനായ തങ്ങളവர்கள் ഏഴുമല സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങളവர்கள் അന്ന് സമസ്തയുടെ മുശാവറ മെമ്പറാണ്. സമസ്തയെ സമസ്തയാക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാരഥനാണ്. ആ മഹാരഥൻ അന്ന് സമസ്തയുമായി വിട പറഞ്ഞവരിൽപ്പെട്ടവരാണ്. മണക്കാട് DMK പൂക്കോയ തങ്ങളുടെ സഹോദരനുണ്ട്. തക്കാട്ട ദർശി നടത്തിയിരുന്ന മഹാനായ അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങൾ, ഇന്നത്തെ സുന്നി യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങളുടെ വന്യ പിതാവ്. അണക്കാട്ട് 2 പൂക്കോയമാരായിരുന്നു. ഒന്ന് പടപ്പനക്കര പൂക്കോയ തങ്ങൾ അവർ, മറ്റൊന്ന് മുദരിസ് പൂക്കോയ തങ്ങൾ അവർ എന്ന് വിളിക്കുന്ന മറ്റൊരു പൂക്കോയ. ആ പൂക്കോയ തങ്ങൾ സമസ്ത കേരള ജമീയത്തുലമയുടെ മുശാവറ മെമ്പറായിരുന്നു. അവർ സമസ്തയുമായി വിട പറഞ്ഞത് ഈ ലൗഡ് സ്പീക്കറിന്റെ പ്രശ്നത്തിലാണ്, തീരുമാന പ്രശ്നത്തിൽ. എന്തായിരുന്നു ഇത്ര വലിയൊരു പ്രശ്നം? അവിടെയാണ് എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടത്, എന്റെ സാധാരണക്കാരും ഭക്തന്മാരും ആലോചിക്കേണ്ടത്. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കേട്ട ഈ ദശകങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ മുറുമൂത്ത മുസ്ലിംമാരും ആലിമീങ്ങളും വന്നിട്ട് ആ കൂട്ടത്തിൽ ഈ 3 ഓറുമാർക്ക് കഥപിടിക്കുന്ന ഓറുമാർ ഈ പ്രദേശത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ? നിങ്ങൾ ആലോചിക്കും. 3 ഓറുമാർ, കാങ്ങാട്ട ഊര്, കണാരാണ്ടി ഊര്, നമ്മുടെ മഹാനായ ശംസുലുലമായ ഊരും. ഈ 3 ഓറുമാര് വലിയ ഓറുമാരായി നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ 3 ഓറുമാർ ജീവിച്ചിരുന്ന ഈ പ്രദേശങ്ങളിൽ ഈ ദശകങ്ങളിൽ ജീവിച്ച ഇൽമ് കൊണ്ട് നിറഞ്ഞ, തഖ്വ കൊണ്ട് നിറഞ്ഞ, ഭക്തി കൊണ്ട് നിറഞ്ഞ, സൂക്ഷ്മത കൊണ്ട് നിറഞ്ഞ, അല്ലാഹുവിന്റെ ഭയം കൊണ്ട് രോമകൂപങ്ങൾ പോലും എടുത്തു പിടിക്കുന്ന ആ മഹാന്മാരായ പണ്ഡിതന്മാർ ലൗഡ് സ്പീക്കർ ഖുതുബയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഖുതുബ ഫാസിദാകുമെന്നും ശരിയല്ലെന്നും വിശ്വസിക്കുന്നവരായിരുന്നു. അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയുന്നവരായിരുന്നു. മതി,